മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ യായിറോസിന്റെ കുഞ്ഞുമകളുടെ മരണകരമായിരിക്കുന്ന രോഗം പിടിപെട്ടതുകൊണ്ട് താൻ വന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്നൊരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. 5-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുവിന്റെ കൂടെ യായിറോസ് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ കൂടി ഒന്ന് പറയുകയാണ്, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള ദുഃഖവാർത്തയാണ് പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞു യായിറോസിനോട്, നീ ആ വാക്ക് കാര്യമാക്കണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയിൽ, കർത്താവിൻ്റെ കൂടെ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിരാശയേറിയ വാക്കുകൾ നമ്മുടെ കാതുകളിൽ കേൾക്കാം, പരാജയത്തിന്റെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ കേൾക്കാം, നഷ്ടത്തിന്റെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ കേൾക്കാം. യേശു പറയുന്നു, ആ വാക്ക് നീ കാര്യമാക്കണ്ട, എൻ്റെ വാക്ക് നീ കേൾക്കുക, എൻ്റെ കൂടെ നീ വരിക, നീ ഭയപ്പെടേണ്ട, എന്നെ വിശ്വസിക്കുക. ആ വാക്ക് യായിറോസ് കേട്ടു. വഴിയിൽ വന്ന് പറഞ്ഞ വ്യക്തിയുടെ പരാജയത്തിന്റെ വാക്ക് കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായി യേശുവിന്റെ വിശ്വാസത്തിന്റെ വാക്ക് യായിറോസ് കേട്ടു. അവൻ ക്ഷണിച്ച കർത്താവിന്റെ കൂടെ അവൻ ധൈര്യമായി മുന്നോട്ട് നീങ്ങി. അവന്റെ വീട്ടിലടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കും. 5-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ കരച്ചിലും ആരവാരവും എന്ത് എന്ന് പറഞ്ഞ് കർത്താവ് മരിച്ച വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തിറക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചിലര് കർത്താവിനെ പരിഹസിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ പരിഹസിച്ചു എന്നാണ്. എന്നാൽ കർത്താവ് വീട്ടിനകത്ത് കയറി ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചു, ബാല എഴുന്നേക്കാന്ന് പറഞ്ഞു. ആ കുഞ്ഞ് എഴുന്നേറ്റ്, ആ കുഞ്ഞ് നടന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വരുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് കർത്താവ് വരുമ്പോൾ പരിഹാസത്തിന്റെയും നിന്ദയുടെയും വാക്കുകൾ കേൾക്കാം. ആര് എന്ത് കാരണം പറഞ്ഞ് പരിഹസിച്ചുവോ, ഏത് കാരണം പറഞ്ഞ് ആര് നിന്ദിച്ചുവോ, ആ വിഷയം അവരുടെ മുമ്പിൽ തന്നെ നടക്കുവാൻ തുടങ്ങി. അവരോ അവനെ പരിഹസിച്ചു. അവർ പരിഹസിച്ച വിഷയം ജീവനോടെ ധൈര്യത്തോടെ അവരുടെ മുമ്പിൽ നടക്കുവാൻ തുടങ്ങി. അതേ പ്രിയ ദൈവമക്കളെ, ഏത് നിന്ദയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്? ഏത് ഭാരത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്? ഏത് വേദന കൂടിയാണ് നിങ്ങൾ പോകുന്നത്? ആര് നിങ്ങളെ ഏത് വിഷയത്തിൽ നിന്ദിച്ചുവോ, ഒറ്റപ്പെടുത്തിയോ, ആ വിഷയം ആ നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ നടക്കും. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളത് കാണും. ധൈര്യമായിരിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ.